പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ 14-ാം തീയതി എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കൊട്ടാരക്കരയിൽ വെച്ചിട്ടായിരുന്നു ആ പ്രോഗ്രാം. ബഹുമാനപ്പെട്ട ധനമന്ത്രി ഉദ്ഘാടനവും ഫിലിപ്പ് മമ്പാട് സാർ മുഖ്യ പ്രഭാഷണവും നടത്തുന്ന വേദിയിൽ ചീഫ് ഗസ്റ്റ് ആയിട്ടായിരുന്നു ഞാൻ. ആ പരിപാടിക്ക് എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഫിലിപ്പ് മമ്പാട് സാർ വരില്ല, അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നറിയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതറിഞ്ഞപ്പോൾ മുതൽ സത്യമായിരിക്കില്ലേ എന്ന പ്രാർത്ഥനയായിരുന്നു. വിശ്വസിക്കണം. എന്തിനങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യം? ഇയാളെന്താ ഒരാൾ ദൈവമാണോ? തെറ്റ് ആർക്കും പറ്റും. അതിപ്പോൾ ഫിലിപ്പ് മമ്പാടായി കഴിഞ്ഞാലും വേറെ ഏത് വലിയ ആളായി കഴിഞ്ഞാലും ഇതിലും വലിയ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ട് മോൾക്കറിയില്ലേ? മോളെ വിശ്വസിക്കണം. ഈ ഇത് വിശ്വസിച്ചേ മതിയാവും. കാരണം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് ആ മനുഷ്യനെ. സാറിൻ്റെ ക്ലാസ്സും അതുപോലെ പ്രസംഗവും എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ എന്താ ചെയ്യുക? ആരെയാ വിശ്വസിക്കുക? ആരാ ശരി, ആരാ തെറ്റ്? എങ്ങനെയാ മനുഷ്യർക്ക് ഇങ്ങനെ ആകാൻ പറ്റുന്നത്? ഇതായിരിക്കും ശരീരം മനസ്സിനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മൃഗമാകും എന്ന് പറയുന്നത്. ഏതായാലും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ആ കൂട്ടുകാരിയുടെ ഒപ്പമാണ് ഞാനും. എന്താ ചെയ്യുക? ആയിഷക്ക് വന്ന തിരിച്ചറിവ് വളരെ നല്ലത്. കാരണം എന്താ പറയുക, ഫിലിപ്പ് മമ്പാട് ചിലപ്പോൾ വലിയ മോട്ടിവേഷൻ സ്പീക്കറോ ഇൻഫ്ലുവൻസറോ ഒക്കെ ആയിരിക്കും. ആരും നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നല്ല മോട്ടിവേഷൻ കൊടുക്കുന്നത്. ഓസിക്ക് ആരും ഫ്രീ ആയിട്ട് ഉപദേശം കൊടുക്കണില്ല. ഈ പറയുന്ന ഫിലിപ്പ് മമ്പാട് പണ്ടേതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 50 ലക്ഷം 60 ലക്ഷത്തോളമൊക്കെ രൂപ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്ത് വെറുതെ അല്ല, ഓസിക്ക് ഉപദേശം കൊടുത്തിട്ടല്ല, ഈ മോട്ടിവേഷൻ ഇങ്ങനെ തള്ളിയിട്ട് തന്നെയാണ്. അപ്പോൾ ആരും നന്നാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നില്ല. അപ്പോൾ ആയിഷനോട് പറയാനുള്ളത് എന്താ പറയുക, ഒരാളെ പുറത്ത് കാണുന്ന മാതിരി ആവില്ല അയാളെ ഉള്ളിലുണ്ടാവുക. എൻ്റെ മമ്പാട് സാർ അങ്ങനെ ചെയ്യൂല, എൻ്റെ മമ്പാട് സാർ എത്ര നല്ല മനുഷ്യനെന്ന് പറഞ്ഞ് ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. ഓരങ്ങനെ പറഞ്ഞു നടന്നോട്ടെ, ഓരോ വീട്ടിലുണ്ടാവും ഇതേപോലെ പെൺകുട്ടികൾ. അപ്പോൾ സ്വന്തം കാര്യത്തിൽ ഇതേപോലെ അനുഭവം വരുമ്പോഴും ഇതേ വർത്താനം പറയണമെന്ന് മാത്രമേ പറയുള്ളൂ. മമ്പാടല്ല ഏത് വല്ല കൊമ്പത്തുള്ള ആളാണെങ്കിലും അയാളെ ഉള്ളിൽ എന്താണെന്നുള്ളത് അയാൾക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഒരാൾ പുറത്ത് കാണുന്ന മാതിരി അവരെ ഉള്ളിലുണ്ടാവുക, ചിലപ്പോൾ ഉള്ളിൽ വെറും മൃഗമായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള കഥകൾ വരുമ്പോൾ അത് വിശ്വസിച്ചാൽ മതിയാവും. അയാളൊരു പോലീസുകാരനാണ്. പോലീസുകാരനെ പോയിട്ട് പോലീസുകാർ വെറുതെ അറസ്റ്റ് ചെയ്യില്ല. അത്ര ഒരാഴ്ച അന്വേഷിച്ചിട്ട് കറക്റ്റ് എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫിലിപ്പ് മമ്പാടിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇയാളെ താങ്ങിയിട്ട് ന്യായീകരിച്ച് നടക്കുന്നവരെ നാളെ ഗോവിന്ദച്ചാമിനും താങ്ങേണ്ടി വരും. എന്തേ, രണ്ടാളും ചെയ്തത് ഒരേ തെറ്റന്നല്ലേ? എന്നാൽ ഗോവിന്ദച്ചാമിനും താങ്ങി നടന്നോളി, അയാളും തെറ്റ് ചെയ്തിട്ടില്ല. എന്തല്ലേ അവസ്ഥ? ഇതിലേക്ക് നിയമം പോലീസും കോടതിയൊന്നും വേണ്ട. ഒരു മെൻസ് അസോസിയേഷൻ, ഒരു വുമൺസ് അസോസിയേഷൻ മതി കാര്യങ്ങളൊക്കെ തീർപ്പാക്കാനേ. ഏതായാലും അതവിടെ നിൽക്കട്ടെ. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഫ മെഹനു ഒളിച്ചോടി പോയിന്നല്ലോ. പോയി എന്നാണ് ഒരു കേട്ടറിവ്. കാരണം എന്താണെന്ന് വെച്ചാൽ സഫ മെഹനുവിൻ്റെ ഭർത്താവ് മെഹനാസ് ഇൻസ്റ്റയിൽ വന്നിട്ട് ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, വാലൻറ്റൈൻസ് ഡേയിൽ എൻ്റെ വൈഫ് എനിക്ക് നല്ലൊരു പണി തന്നിട്ടാണ് പോയിട്ടുള്ളതെന്ന്. അപ്പോൾ അന്തം ചോറുന്നുണ്ട്, ആൾക്കാർക്ക് മനസ്സിലാവും എന്ത് സംഭവം എന്ന്. അപ്പോൾ ഏതായാലും അതിനെക്കുറിച്ച് സഫ മെഹനു ഒരു ലൈവിൽ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്, അതൊന്ന് കണ്ടോക്കിയത്. ഹേ ഗായ്സ്, അപ്പോൾ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ന്യൂസൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി റിപ്ലൈ കൊടുത്ത് ഒളിച്ചോടിയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ റൂമർ നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ട് ഇന്ന് വീഡിയോ ചെയ്ത ഒരു വിഷയമല്ല. എനിക്കാകെ പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വീഡിയോ കോൾ ചെയ്ത് മോശമായിട്ട് ഇതാക്കിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. ഒരാളൊരു വീഡിയോ കോളിൻ്റെ ഫോട്ടോയോ എന്തെങ്കിലും ഒന്ന് ഇട്ടെങ്കിൽ നല്ലതായിരുന്നു കുറച്ച്. ഇപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ ഞാൻ ഒളിച്ചോടി എന്നുള്ള രീതിക്കായി, ഞാൻ പ്രമോഷനായി ഒളിച്ചോടി എന്നുള്ള രീതിക്കായി. ഈ പറയുന്നവർ വേറെ എവിടെയൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ ഞാൻ ഒളിച്ചോടി പോലെ ആക്കുന്നുണ്ടോ? കണ്ടവരുടെ കൂടെ പോകുന്നുണ്ട്. അതിപ്പോൾ ഞാൻ മാനുവിന് മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത്, വേറെ ഒരാളെയും കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. പിന്നെ അവർക്ക് പിന്നെ നല്ല രീതിക്ക് സംസാരിച്ച് തെളിവുകൾ മറ്റുള്ളവരെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യാൻ അറിയുന്നതുകൊണ്ട് ഇതാക്കാം. എനിക്ക് പിന്നെ മറ്റുള്ളവരെ കൊണ്ട് എടാ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചാൽ എനിക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് വേണം, അങ്ങനെയൊന്നും ഞാൻ ആരെ കൊണ്ട് അയപ്പിക്കാറില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇങ്ങനെ ആരടുത്ത് വീഡിയോ കോൾ ചെയ്ത് ഇരുന്നിട്ടൊന്നുമില്ല. ഒളിച്ചോടി പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് ലൈവിൽ വന്നപ്പോൾ ഫിൽറ്റർ ഇടാനും ലിപ്സ്റ്റിക് ഇടാനും മറന്നിട്ടില്ല. വല്ലാത്തൊരു കഥ അല്ലേ ആലോചിച്ചിട്ട്. ഏതില്ല പാരലൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ. അപ്പോൾ സാഫിനോട് പറയാനുള്ളത്, ഈ ഒളിച്ചോടി പോയെന്ന് ഞങ്ങളാരുമല്ല പറഞ്ഞിട്ടുള്ളത്, എൻ്റെ സബ്സ്ക്രൈബേഴ്സോ പ്രേക്ഷകരോ യൂട്യൂബ് വ്യൂവേഴ്സോ ഒന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. മെഹനാസ് ഓൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ട് പറഞ്ഞതാണ്, നല്ലൊരു 8ൻ്റെ പണി വന്നിട്ടാണ് ഈ പോയിട്ടുള്ളതെന്ന്. അപ്പോൾ ആദ്യം മെഹനാസിനെ പറഞ്ഞ് മനസ്സിലാക്ക്. ഏതായാലും എൻ്റെ ഈ ഒരു വാക്കിൽ നല്ല അഹങ്കാരം കാണുന്നു കേട്ടോ, അതിലൊരു സംശയമില്ല. ഇവളെ പണ്ടിടല്ലോ റിഫനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, അത് നിങ്ങളൊന്ന് കേട്ടോക്കുക. കുറേ മുമ്പത്തെ വീഡിയോ ആണ്. അന്ന് റിഫ ആത്മഹത്യ ചെയ്തില്ലേ, അന്ന് അതിൻ്റെ ശേഷമാണ് ഇവള് മെഹനാസിനെ കിട്ടുന്നത്. അന്ന് ഇവളെ പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്,
ഒന്ന് കേട്ടോ നിങ്ങൾ. സത്യം പറഞ്ഞാൽ ഞാൻ അയാളെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾ കാരണമാണല്ലോ ഞാൻ ഇത്ര അനുഭവിക്കണേന്ന് ഓർക്കുമ്പോൾ നിങ്ങളുടെ നാക്ക് കാരണം ഞാൻ സത്യം പറഞ്ഞാൽ വെറുക്കുന്നുണ്ട്. എനിക്ക് ഒരു കണ്ണീച്ചോരയും തോന്നുള്ള വെറുക്കാൻ വേണ്ടിയിട്ട്. കബറി പോയ ആളാണ്, മരിച്ച ആളാണ്, ഈ ലോകത്തില്ല. എന്നിട്ട് പോലും ഞാൻ വെറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ കാരണം. അത്രത് കണ്ണീച്ചോര വരെ പോയി നിങ്ങളുടെ ഓരോ വാക്കുകൾ കാരണം. ഒരു മനുഷ്യന് ഇങ്ങനെയൊന്നും ചേഞ്ച് ആക്കരുത്. അപ്പം നിങ്ങളുടെ നാക്കൊന്ന് അടക്കി വെക്ക്. ഇത്ര നാളും എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ട് പോലും ഞാൻ നോർമലി മാന്യമായിട്ട് തന്നെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നത്. ആദ്യം മാന്യമായിട്ട് കൊടുത്ത്, പിന്നെ ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലൊരു അനുഭവം വരും, നിങ്ങൾ എന്തായാലും ഇടങ്ങേറാവും. കാരണം നിങ്ങളുടെ ആ ടൈപ്പിങ്ങിലെ ചെറിയ കമൻറ്റ് പോലും ഒരാളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എന്തായാലും നിങ്ങൾ അനുഭവിക്കണം. ഞാൻ പടച്ചോനൊന്നല്ല പറയാം, പക്ഷേ ഞാൻ ഒരു മനുഷ്യനാണ്, എനിക്കുണ്ട് ഫീലിങ്സ്. അപ്പം നിങ്ങൾ ഈ പറയുന്ന വാക്ക് എനിക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും അനുഭവിക്കും. പിന്നെ ഇത്രയും നാൾ ഞാൻ കമൻസിന് അങ്ങനെ ഒന്നും റിപ്ലൈ കൊടുത്തില്ല. ഇന്ന് ഞാനിപ്പോൾ റീലിൽ കമൻറ്റ് വന്നപ്പോൾ ഞാൻ നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും തെറിയാണെങ്കിലും ഞാൻ നല്ല രീതിക്ക് തന്നെ തിരിച്ചും നല്ല തെറി വരും. പിന്നെ വീട്ടുകാരെ പറഞ്ഞ് തെറി വയ്ക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഫാമിലിനെ പറയില്ല, എനിക്ക് കുറച്ച് മാന്യതുണ്ട്. കാരണം ആ ഉപ്പയൊന്നും അറിയില്ല നിങ്ങൾ ഇങ്ങനത്തെ പീപ്പിൾസ് ആണെന്ന്. സോ അവരെനിക്ക് പറയേണ്ട ആവശ്യമില്ല. എത്ര കുടുംബങ്ങളെയാണ് മൊബൈൽ ഫോണുകൾ തകർത്ത് കളഞ്ഞത്. ഒറ്റ ഫോൺ 10,000 രൂപയുടെ മൊബൈൽ ഫോൺ തകർത്ത കുടുംബങ്ങളുണ്ട്. എത്ര ജീവനുകളാണ് ഒരൊറ്റ ഫോൺ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തത്. ഇത് കാരണം അന്വേഷിക്കുക. എത്ര കുട്ടികളാണ് മനോനില തെറ്റിയ അവസ്ഥയിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത്. 4ലും 3ലും പഠിക്കുന്ന കുട്ടികൾ ചികിത്സ തേടുകയാണ് മൊബൈൽ അഡിക്ഷൻ കാരണം കൊണ്ട്. എത്ര പേരെയാണ് സാമ്പത്തിക തട്ടിപ്പിൽ ഈ ഫോൺ ഹണി ട്രാപ്പ് അടക്കമുള്ള സംഭവങ്ങളിൽ വന്ന് പെട്ടത്. എന്തേ നമ്മുടെ ഒരു ജാഗ്രത കുറവ്. ആളുകൾ ചോദിക്കും അത്രേ, എന്ത് ഫിത്നയെ ഒന്ന് വിളിച്ചാൽ, ഒന്ന് സംസാരിച്ചാൽ, ഒരു മെസ്സേജ് അയച്ചാൽ എന്ത് ഫിത്ന ഉണ്ടാവുക. അതിന്റെ മറുപടി ഷെയ്ഖിന്റെ മറുപടി വലാകിൻ ലാ യസാലു ബിഹി ശൈത്താൻ. അവിടെയാണ് പിശാചി ഇടപെടുന്നു. ഹത്താ യഗ്രീഹി ബിഹാ വയഗ്രീഹാ ബിഹി. അവനെയും അവളെയും എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുമെന്ന് അവൻ മനസ്സുകളിൽ ഓരോ തെറ്റായ ചിന്തകൾ ഇട്ട് കൊടുക്കാൻ തുടങ്ങും. ആദ്യം ഫോട്ടോ ചോദിക്കും, പിന്നെ വീഡിയോ വിളിക്കാൻ തുടങ്ങും, പിന്നെ കൈവിട്ടു പോകും. പലതുമായി മനുഷ്യനെ എങ്ങനെയൊക്കെ ഈ ബന്ധം വെച്ചുകൊണ്ട് നശിപ്പിക്കാൻ പറ്റുമെന്ന് ശൈത്താൻ അവിടെ ഇടപെടും. അത്തരം ഇടപാടുകളിൽ ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു ദൂരേക്ക് മാറൽ നിർബന്ധമാണ് മുഅ്മിനേ. പണ്ട് മദ്രസയിൽ പഠിച്ചിരുന്ന ആ കാലത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മൊബൈൽ കൊടുക്കരുത് എന്ന്. അതായത് ഈ കൊടുക്കുകയാണെങ്കിൽ തന്നെ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഇല്ലാത്ത ഒരു സ്വിച്ച് ഫോൺ കൊടുത്താൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ അന്നിപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു, എന്താ ഇപ്പോൾ ഇയാൾ പറയണേ, ഇത് വല്ലതും നടക്കും. അതായത് ഈ കാലഘട്ടത്തിലല്ല, അംബാനി ജിയോ കൊടുന്ന ഈ ഒരു ഡിജിറ്റൽ യുഗത്തിലേ അല്ല, അന്ന് ഉള്ള ഫോൺ എന്ന് പറഞ്ഞാൽ നോക്കിയ N73, നോക്കിയ N95 സ്വിച്ച് ഫോണ്, മനസ്സിലായില്ല. അത്രയും മൊബൈലൊന്നും ആരത്തും ഇല്ലാത്ത കാലത്താണ്. അന്നാണ് ഉസ്താദ് പറഞ്ഞിട്ട് നമ്മൾ ആലോചിച്ചു, ഇതൊക്കെ നടക്കുമോ. ഇപ്പം ഈ അപരാധങ്ങൾ കാണുമ്പോഴും ഇതേപോലുള്ള കുൽസിത പരിപാടിയും ഒളിച്ചോട്ടും മറ്റേതും മറിച്ചതൊക്കെ കാണുമ്പോൾ വിചാരിച്ചു പോവാം, അന്ന് ഉസ്താദ് പറഞ്ഞത് എത്ര ശരിയായിരുന്നു എന്ന്. കാരണം ഈ മൊബൈലോണ്ട് ഉണ്ടാവേണ്ട ഇടങ്ങാറാണ് ഇതൊക്കെ. ഈ സാഫാമാനും ഒളിച്ചോടിപ്പോയതും മറ്റേതും മറിച്ചതൊക്കെ ഈ ഫോണോണ്ട് ഉണ്ടാവേണ്ട തരികിട പരിപാടിയല്ലേ. ഇതില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അന്ന് ഉസ്താദ് പറഞ്ഞത് എത്ര ശരിയായിരുന്നു എന്ന് ആലോചിച്ച് പോവാണ്. ഉസ്താദ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരണപ്പെട്ടു പോയി. ഓരോ ഓർമ്മകളിങ്ങനെ കടന്നു വരികയാണ്. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ എത്ര കറക്റ്റായിരുന്നു. ഇതേപോലുള്ള പരിപാടികളൊന്നും കാണില്ലേന്നു. കാരണം ഈ മൊബൈൽ കൊണ്ട് ഉണ്ടാവേണ്ട ഇടങ്ങാറാണ് ഇതൊക്കെ, ഒരു സംശയം വേണ്ട. ഈ പ്രസംഗിക്കേണ്ട ആൾ ഏത് സംഘടനയുടെ ആളാണോ, ഏത് പ്രവർത്തകനോ ഒന്നും എനിക്കറിയാം, പക്ഷെ പറഞ്ഞ കാര്യം കറക്റ്റ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഫോണില്ലാതെ എങ്ങനെ ജീവിക്കും, അതൊരു ചോദ്യചിഹ്നമാണ്. ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഫേസ്ബുക്കും ഇൻസ്റ്റയും വാട്സപ്പും ഇല്ലാതെ എങ്ങനെ ജീവിക്കും? രണ്ടും കൂടി തമ്മിലുള്ളൊരു ക്ലാഷാണ് അവിടെ സംഭവിക്കുക. ഏതായാലും പണ്ട് മദ്രസയിൽ പഠിപ്പിച്ചിട്ടാണ് നാസർ ഉസ്താദ് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അന്നൊക്കെ നോക്കിയ N73 ഒക്കെ വലിയ ഫോണായിരുന്നു, അന്നത്തെ വലിയ ഫോണ്. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താണ് പോകുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് ഏതായാലും ഉസ്താദ് ജീവിച്ചിരിപ്പില്ല, പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്ന് കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തോന്നിപ്പോവാണ്. എന്തായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. ഓക്കെ.